ഹായ് മിസ്സുമാരെ, അപ്പോൾ എല്ലാവർക്കും വലിയ വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അതെ, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ നമ്മളെ ഇവിടുത്തെ മണിമുല്ലയെ കുറിച്ച്. ഞാൻ ഏകദേശം ഒരു 3-4 വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മണിമുല്ല ഒത്തിരി മുട്ടിട്ടുന്ന ആ ഒരു ഇട്ട് നിന്ന സമയത്തും ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ കറക്റ്റ് സ്വദേശമോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് ഈ ടെറസിലും അതുപോലെ വീട്ടോടെ ചേർത്തൊക്കെ ഇങ്ങനെ നട്ട് നല്ലതുപോലെ പൂത്ത് കോലച്ച് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇല കാണാൻ പറ്റാത്ത വിധം പൂത്ത് കിടക്കുന്ന മണിമുല്ല ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യുമ്പോൾ എനിക്ക് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായിട്ടോ. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയും അതുപോലെ തന്നെ നല്ല സുഗന്ധം ഉള്ളതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നറിയാമോ, ഞാനും ഒരു പ്ലാന്റ് വാങ്ങിച്ചു. ഒരു ചെടി നഴ്സറി പോയിട്ട് ഞാൻ 1-2 പ്ലാന്റ് വാങ്ങിച്ചു. ഏകദേശം എൻ്റെ വീടിൻ്റെ രണ്ടടുത്തായിട്ട് ഞാനിങ്ങനെ നട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് അത്യാവശ്യം ചെറിയ ഇതാണ് കേട്ടോ. പക്ഷേ ഇതാണ് ഞാൻ നട്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെട്ടെന്ന് വളർന്ന് കിട്ടിയ ഒരു അടിപൊളി പ്ലാന്റ്. തീർച്ചയായിട്ടും മണിമുല്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനത് വിശദമായിട്ടൊന്നും അധികം പറയുന്നില്ല. കാര്യം എനിക്ക് ചെറുതേനീച്ച കൃഷിയുടെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനത്തെ ചെടികൾ അധികമായിട്ട് ഞാൻ വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ വള്ളിച്ചെടിയായിരുന്നാലും അല്ലാത്ത സാധാ ചെടികളായിരുന്നാലും ഞാൻ ഒത്തിരി വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. എന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ, നമുക്ക് എല്ലാവർക്കും ചെടികളും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുപോലെ തന്നെയാണ് ഞാനിത് കണ്ട സമയത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ട് ഞാൻ മേടിച്ച് വെച്ച പ്ലാന്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു സൈഡിൽ നിന്ന് പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. മറു സൈഡിലാണെങ്കിൽ ഇതേപോലെ മുട്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കുന്നൊക്കെ ഇങ്ങനെ പൂത്ത് വരുന്നു. ഇനി ഏകദേശം നാളെയൊക്കെ ആവുന്ന സമയത്ത് ഇത് നല്ല വലിയൊരു കൊലയായിട്ട്, അതായത് നമുക്ക് എന്താ പറയുക, കാണാൻ പറ്റാത്ത വലിയ രീതിയിൽ പൂത്ത് തുടങ്ങും കേട്ടോ. പക്ഷെ നമുക്കിവിടെ ഒത്തിരി പൂത്ത് കിടക്കുന്ന അത്രയും ഞങ്ങളതിൻ്റെ തൊട്ടടുത്തിട്ട് ഒരു കമുക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ ഞാനും. അതായത് ആദ്യം വിചാരിച്ചാൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ അധികം പൂക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ അത്യാവശ്യം ഇവർക്ക് നല്ല വളങ്ങളോ അല്ലെങ്കിൽ വളമോ കിട്ടുകൊടുത്ത് നല്ലപോലെ പൂക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പരിപാലിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും വേണ്ട കേട്ടോ. ഇവർക്ക് ഇച്ചിരി വെള്ളം മാത്രം മതി കേട്ടോ. ഇവർ കറക്റ്റ് സീസണിലാകുമ്പോൾ നവംബർ ഡിസംബർ ഈ സമയമാകുമ്പം ഇവർ കറക്റ്റായിട്ട് അങ്ങ് പൂത്തോളും. പക്ഷേ പൂക്കുന്ന സമയം ആ ചുറ്റുപാടും കംപ്ലീറ്റ് നല്ല സുഗന്ധമായിരിക്കും. പിന്നെ അത് ചെറിയ തേനീച്ചയായിരുന്നാലും അതുപോലെ വലിയ തേനീച്ചയായിരുന്നാലും പിന്നെ ചിത്രശലഭമായിരുന്നാലും അവരെ കൊണ്ടൊക്കെ അങ്ങ് നിറയും കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ പിടിക്കുന്ന വീഡിയോസാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അധികം നമുക്കങ്ങനെ ഈ ചെറുതേനീച്ചയോ അങ്ങനെ ഒന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ പൊന്നു ചങ്ങന്മാരെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും പിന്നീട് ഞാനിത് കണ്ടു തുടങ്ങി. ഞാനതിനെ കണ്ടു തുടങ്ങി. അപ്പോൾ ഇത് എത്ര വർഷം പൂക്കും എന്നൊക്കെ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി ചെയ്തു. പക്ഷേ നമുക്കിന്ന് പ്ലാന്റ്, അതായത് നമുക്കിതിന്ന് അടുത്ത തൈ എടുക്കാനൊക്കെ വളരെ എളുപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ ഒത്തിരി ഇങ്ങനെ വള്ളി, അതായത് ഈ ബ്രാഞ്ചുകൾ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ തറ വഴി പോകും കേട്ടോ. നമ്മൾ ഈ തറയിൽ കൂടെ നിലത്തൂടെ അങ്ങനെ പോകും. അവിടെ പോകുന്നിടത്തെല്ലാം ഇത് വേരടിച്ച് ഇതെങ്ങനെ പെട്ടെന്ന് സെറ്റാകും കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു പ്ലാൻ എടുക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. അതിലുപരിയായിട്ട് ഇതിപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ പല വീഡിയോസിലും ഞാൻ ഇത് ഇന്നലെ നമ്മളൊരു സീരിയൽ ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ അത് എല്ലാ വർഷവും അവിടെ ചാനലിൽ പോകുന്നതാണ്. കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളും പിടിക്കുന്നതാണ്. പുള്ളിയുടെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. ടെറസിൻ്റെ 2ാമത്തെ നില കംപ്ലീറ്റ് കവർ ചെയ്ത് ഒരു ഓപ്പൺ ടെറസൊക്കെ ഉണ്ട് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് ഇവർ കൈയടക്കിയിട്ട്, അതായത് അവിടെ പൂ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ വർഷവും അങ്ങനെ എല്ലാ വർഷവും ചാനലുകാർ, അതായത് നമ്മളെ ന്യൂസ് ചാനലുകാരൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അവിടുത്തെ ഒരു ന്യൂസ് എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനും അത് കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് അതൊക്കെ കണ്ടിട്ട് ഞാനും ഇങ്ങനെ ഒരു പ്ലാന്റ് മേടിച്ച് വെച്ചത്. പിന്നെ ഞാനൊരു വേറൊരു ചേട്ടൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ഒരു 3 നില വീട്. ആ 3 നില ആദ്യം അത് താഴെ അങ്ങനെ 1 നിലയായി 2 നിലയായി, പിന്നെ അത് കംപ്ലീറ്റ് 3 നിലയും ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. അത് പൂക്കുന്ന സമയത്ത് അതിനകത്തൊരു വീടുള്ളത് പോലും അറിയാൻ പറ്റാത്ത വിധം നല്ല മനോഹരമായിട്ട് അതിങ്ങനെ പൂത്തൊലഞ്ഞ് കിടക്കുന്നുണ്ടോ. അപ്പോൾ മറ്റേ പാട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു ആൽബം പാട്ടുണ്ടല്ലോ, പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി. ആ ഒരു പാട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ അത് നമ്മൾ ചിന്തിച്ച് നോക്കണ്ട. കാര്യം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പൂവും അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള എന്താ പറയുക കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഇതിവിടെ നട്ട് നല്ല വള്ളിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിച്ചു ഇതെന്താണ്, ചെടിയാണോ അതോ ഇനി എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഈ നമ്മളെ കാച്ചിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് മണിമുല്ലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിവിടെ പാതിരമുല്ലയുണ്ട്. ഞാൻ പാതിരമുല്ലയുടെയും ഞാൻ വീഡിയോസൊക്കെ ഒത്തിരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എൻ്റെ വീടിൻ്റെ ചുറ്റുപാടത്തുള്ള എല്ലാവരുടെയും സംശയം മാറി കേട്ടോ. അതായത് ഈ പ്രാവശ്യമാണ് എനിക്ക് ഇത്രയും ഇതിങ്ങനെ പൂത്ത് തുടങ്ങുന്നുണ്ട്. ഈ പൂ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഒത്തിരി പേരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് എന്താ പറയുക, എൻ്റെ കുഞ്ഞു തൈ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ പൊന്ന് ചങ്ങന്മാരെ കാണേണ്ട ഒരു കാഴ്ചയാണ്. അടുത്ത് കാണാൻ കേട്ടോ. ഇത് ഒത്തിരി മരത്തിൻ്റെ മുകളിലൊന്നും പടർത്തി വിട്ടുകളരുത്. നമ്മുടെ ഒരു കയ്യപ്പോ അല്ലെങ്കിൽ നമ്മളെ ഒരു പൊക്കത്തിനൊക്കെ എവിടെയെങ്കിലും ഒരു സൈഡൊക്കെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും. പൂക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ അടുത്ത് നിൽക്കാനും പറ്റും. നമുക്കെന്താ പറയുക, നമുക്ക് ആ പൂക്കളൻ്റെ കൂടെ ചേർന്നൊക്കെ നിന്ന് ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഇത് വള്ളി ആയതുകൊണ്ട് ഞാനിത്തിരി ഇങ്ങനെ പൊക്കി പടർത്തി അങ്ങ് വിട്ടാണ് കേട്ടോ. അതാണ് എനിക്ക് പറ്റിയത്. ഇപ്പം ഇത് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ആ കമുകിൽ കണ്ടില്ലേ, ഒത്തിരി പൂത്തങ്ങ് കിടക്കുകയാണ് കേട്ടോ. ഇതിനെക്കാട്ടിയും പൂത്ത് കിടക്കുന്നത് ആ കമുകിലാണ്. എന്തായാലും ചങ്ങന്മാരെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്ലാന്റ് ഇതുവരെ മേടിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു കുഞ്ഞു പ്ലാന്റ് മേടിച്ച് നിങ്ങൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നടുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി ഇലയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ നമുക്കിതൊരു ഒരു തണലായിട്ട് നല്ല തണലാണ് കേട്ടോ. ഇത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് നല്ലതുപോലെ തണലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മേടിച്ച് നൽകുക. പിന്നെ നടന്നൊരു പ്രത്യേകം അധികം സൂക്ഷിക്കുക. കാര്യം ഈ പലരും പറയുന്നുണ്ട് ഈ പാമ്പും മറ്റു കാര്യങ്ങളൊക്കെ, ഈ പച്ചില പാമ്പ് അങ്ങനെയുള്ള പാമ്പൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സൂക്ഷിച്ച് ഏതെങ്കിലും ഒരു സൈഡൊക്കെ ഒതുക്കി നടുക. നമ്മൾ ഈ നവംബർ ഡിസംബർ ആ സമയങ്ങളിൽ ഇവൻ്റെ പൂ കാണാൻ തന്നെ എൻ്റെ പൊന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. കാര്യം ഇതിൻ്റെ ഒരു സൈഡിൽ പൂ കറക്റ്റായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും 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 ഇങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മളിതുപോലെ ഒരു പ്ലാന്റൊക്കെ നട്ടിട്ട് നല്ലതുപോലെ പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമില്ലേ. ആ ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങൾ എപ്പോഴും എന്നിൽ കാണുന്നത്. കാര്യം ഞാനിങ്ങനെ നട്ടു, പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ആകാംക്ഷയായി, അവരും ഇത് കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചങ്ങന്മാരെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ഇട്ട് കാണാം. ബൈ.